അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. തിബ്ബിൽ ഖുലൂബ് സഹായ സംഘം നിലമേൽ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും മർഹബ മർഹബ മർഹബ. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, പരിശുദ്ധമായ ഖുർആനിലെ രണ്ടാമത്തെ അധ്യായമായ സൂറത്തുൽ ബഖറയിലെ 83, 84 ആയത്തുകളാണ് നമ്മൾ വിശദീകരിച്ചു കൊണ്ടിരിക്കുന്നത്. അതിൽ ആ ആയത്തുകളിൽ അള്ളാഹു പറഞ്ഞ 10 കരാറുകളെ പറ്റിയാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആ 10 കരാറുകളിൽ 7 കരാറുകളും നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇന്ന് ഇൻഷാ അള്ളാഹ് 8ാമത്തെ കരാർ മുതലാണ് പറയാൻ പോകുന്നത്. അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വഅഖീമുസ് സ്വലാത്ത വാതു സകാത്ത്. നമസ്കാരം മുറപ്രകാരം അനുഷ്ഠിക്കുക, അത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. വാതു സകാത്ത്, സകാത്ത് കൊടുക്കണം എന്ന് അവരോട് പറഞ്ഞു. അതും സ്മരണീയമാണ്. പരിശുദ്ധമായ ഖുർആൻ പറയുകയാണ്, നമസ്കരിക്കണം എന്നും അവരോട് പറഞ്ഞു, അതുപോലെ സക്കാത്ത് കൊടുക്കണം എന്നും അവരോട് പറഞ്ഞു. ആ ബനു ഇസ്രായീൽ സന്തതികളോട് പറഞ്ഞു. അത് മുഖേന ലോകത്ത് വരുന്ന എല്ലാ ഖിയാമത്ത് നാൾ വരെ വരുന്ന എല്ലാ ജനങ്ങളോടും അള്ളാഹു പറയുകയാണ്. വീണ്ടും അള്ളാഹു പറയുകയാണ്, പക്ഷേ അവരോടൊക്കെ അതൊക്കെ പറഞ്ഞിട്ടും സുമ്മ തവല്ലൈതും ഇല്ലാ ഖലീലം മിൻകും വഅൻതും മുഅ്രിദൂൻ. പക്ഷേ പിന്നീട് സംഭവിച്ചത് എന്താണെന്ന് അറിയോ നബിയേ? അവരിൽ കുറച്ചു പേര് ഇതെല്ലാം അനുസരിച്ചു നബിയേ. അവരിൽ കൂടുതൽ പേരും അഥവാ ബാക്കിയുള്ളവരെല്ലാം വൈമുഖ്യം കാണിച്ചുകൊണ്ട് ആ കരാറിൽ നിന്ന് പിന്തിരിഞ്ഞു കളഞ്ഞു റസൂലല്ലാഹ്. നബിയോട് പറയുകയാണ്. അപ്പം ഇന്നത്തെ വിഷയം നമ്മൾ വാതു സക്കാത്ത, സക്കാത്ത് കൊടുക്കണമെന്ന് അള്ളാഹു പറഞ്ഞ് 8ാമത്തെ കരാറിലേക്ക് നാം കടന്നിരിക്കുക. 7 കരാറും നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി അത് പ്രാവർത്തികമാക്കിയാൽ മതി. നമ്മളെല്ലാവർക്കും അത് പ്രാവർത്തികമാക്കാൻ അള്ളാഹു റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്തതെന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. വാതു സക്കാത്ത്, സക്കാത്ത് കൊടുക്കണം. ഞാനിതാ വിശദീകരിക്കുകയാണ്. അറിയണം ലോകരെ, എല്ലാ മുസൽമാനും സക്കാത്ത് എന്നൊരു കർമ്മവും തന്നാണേ. റബ്ബിൻ കരാറാണേ, മടിയൊന്നും കൂടാതെ കൊടുക്കണം സക്കാത്ത് നിന്റെ ദാനത്തീന്ന്. അള്ളാഹുവിൻ്റെ 8ാമത്തെ കരാറ്, അത് ഞാനും നിങ്ങളും അംഗീകരിച്ചേ മതിയാവൂ. ഞാനും നിങ്ങളും അത് കൊടുത്ത് വീടിയേ മതിയാവൂ. പക്ഷേ ഭൂരിഭാഗം ആൾക്കാരും ഈ സക്കാത്ത് മറന്നു കളഞ്ഞിരിക്കുന്ന മട്ടാണ്. നമ്മളുടെ ധനത്തിൽ നിന്ന് പാവങ്ങളുടെ ഓഹരിയാണ് അള്ളാഹു കൊടുക്കാൻ പറഞ്ഞത്. പക്ഷേ നമ്മൾ ആ പാവങ്ങളുടെ ഓഹരി കൂടി തിന്നുകൊണ്ടിരിക്കുകയാണ്. സക്കാത്ത് എന്താണ് എല്ലാവരും അറിയണം. ചെറുതായി രൂപത്തിൽ പറയാമേ ഞാനുമേ. എന്താണ് സക്കാത്ത് എന്ന് നമ്മളെല്ലാവരും അറിയണം. സക്കാത്ത് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം. പക്ഷേ എങ്കിലും നാം യഥാർത്ഥ സക്കാത്തിനെ പറ്റി അറിയണം. അത് ചെറിയ ഒരു രൂപത്തിൽ ഞാൻ നിങ്ങൾക്ക് വിശദീകരിച്ചു തരാം. കാരണം ഒരുപാട് വിശാലമായി പറയാനുള്ള സമയം നമുക്കിതിലില്ലല്ലോ. നിനക്കുള്ള സമ്പാദ്യം
വലുതാണോ ചെറുതാണോ ഏത് തന്നായാലും അർഹൻ നീ തന്നാണോ. നിന്റെ സമ്പാദ്യം ഒരുപാടുണ്ടോ, അതൊരു വിഷയമല്ല. അതല്ല കുറച്ച് മാത്രമാണോ ഉള്ളത്, അതും ഒരു വിഷയമല്ല. നീ സക്കാത്ത് കൊടുക്കാൻ അർഹനാണോ എന്ന് നീ കണ്ടെത്തേണ്ടിയിരിക്കുന്നു. അതൊരു വലിയ വിഷയമാണ്. നമ്മൾ സക്കാത്ത് കൊടുക്കാൻ അർഹരാണോ എന്ന് കണ്ടെത്തേണ്ടിയിരിക്കും. നമ്മൾ വിചാരിക്കും വലിയ ജുവല്ലറിക്കാരും വലിയ പണക്കാരും കൊടുത്താൽ മതി. അങ്ങനെയല്ല. ഞാനും നിങ്ങളും നോക്കണം നമ്മളുടെ ആസ്തി എത്രയാണ്, നമ്മൾ സക്കാത്തിന് കൊടുക്കാൻ അർഹതയുണ്ട്, സക്കാത്ത് കൊടുക്കാൻ അർഹതയുണ്ടോ എന്നൊക്കെ നമ്മളുടെ മഹല്ലുകളിൽ നല്ല സക്കാത്തിനെ പറ്റിയൊക്കെ തിരിയുന്ന ഉസ്താദുമാരുണ്ട്. അവരെടുത്ത് ചോദിച്ചാൽ അവർ പറഞ്ഞു തരും സക്കാത്ത് കൊടുക്കാൻ അർഹതപ്പെട്ട ആളാണോ എന്ന്. നമ്മൾ ഒരിക്കലും ഇത് ഉപേക്ഷ വിചാരിക്കരുത്, ചോദിച്ച് തന്നെ പഠിക്കണം. സക്കാത്ത് കൊടുക്കുവാൻ അർഹനും നീയെന്നാൽ കൊടുത്തങ്ങ് വീട്ടേണം മടിയൊന്നും കൂടാതെ. നിന്റെയും ഔദാര്യം അല്ലല്ലോ സക്കാത്ത്, അവകാശം തന്നെയാ സാധുക്കൾ അവരേത്. നമ്മൾ ഒരിക്കലും ധരിച്ചു പോകരുത് സക്കാത്ത് കൊടുക്കുക എന്നുള്ളത് നമ്മുടെ ഔദാര്യമാണ് എന്ന്. പിന്നെയോ അത് പാവപ്പെട്ടവൻ്റെ അവകാശമാണത്രേ. സക്കാത്ത് കൊടുക്കാനായി അർഹതയുള്ളവർ കൊടുക്കാതെ മരണവും അവരെയും പിടികൂടി. ഒരു മനുഷ്യൻ സക്കാത്ത് കൊടുക്കാൻ അർഹനായിട്ടും അവൻ്റെ മരണം വരെയും അവൻ സക്കാത്ത് കൊടുക്കാതെ ഒരു ദിവസം അവനങ്ങ് മരിച്ചുപോയാൽ നിശ്ചയം നരകത്തിൽ തന്നെയാ ജീവിതം, മഹ്ശറ തന്നതിൽ നാണം കെടുത്തുമേ. സക്കാത്ത് കൊടുക്കാൻ അർഹതപ്പെട്ട ഒരാൾ സക്കാത്ത് കൊടുക്കാതെ ഈ ലോകത്ത് നിന്ന് മരണം അദ്ദേഹത്തിനെ കൊണ്ടുപോയാൽ നരകം ഉറപ്പ് തന്നെയാണ്. മാത്രവുമല്ല നാളെ പാരത്രികമായ ലോകത്ത് അവനെ മൊത്ത ജനങ്ങളുടെ മുന്നിലും അള്ളാഹു നാണം കെടുത്തുമെന്ന് പറയുകയാണ്. കച്ചവടം ചെയ്യുന്നോർ അധികവും സക്കാത്ത് കൊടുക്കാനും അർഹര ഓർമ്മയിൽ തന്നതാ. വേറെയും ആൾക്കാര് ഉണ്ടല്ലോ അർഹര്, ചെറുതായി ഞാനുമേ പറയാമേ കേട്ടോളൂ. കച്ചവടക്കാർ അവർ സക്കാത്ത് കൊടുക്കാൻ പലരും അർഹരാണ്, പക്ഷേ അവർ കൊടുത്തു വീടുന്നില്ല. വേറെയും കുറേ ആൾക്കാരുണ്ട്, അവരും അത് മനസ്സിലാക്കാതെ കൊടുക്കാതെ ആ സക്കാത്തിൻ്റെ മുതലും തിന്നുകൊണ്ടിരിക്കുകയാണ്. വളരെ വ്യക്തമായി 8ാമത്തെ കരാറ് ഞാനും നിങ്ങളും പഠിക്കേണ്ടതുണ്ട്. ഞാനും നിങ്ങളും അത് കൊടുത്ത് വീടേണ്ടതുണ്ട് അർഹരാണ് എങ്കിൽ. നോക്കാം നമുക്ക്. ആരാ കൊടുക്കേണ്ടത് സക്കാത്തും പൊന്നേ, ധനവും അതുള്ളവർ തന്നെയാണ്. ആരാണ് സക്കാത്ത് കൊടുക്കാൻ അർഹർ? അത് സമ്പാദ്യമുള്ളവർ തന്നെയാണ്. പലർക്കും പല വിധത്തിലാണ് സമ്പാദ്യമെന്ന് മാത്രം. പെട്ടിക്കട മുതൽ തുടങ്ങും എന്ന നീളം ഇതാ സ്വർണം വെള്ളിക്കടയും, ഇടയിൽ ഷോപ്പുകൾ പലതുമുണ്ടേ, ആർക്കും അറിയില്ല അതാണേ സത്യം.
അള്ളാഹുവിൻ്റെ 8ാമത്തെ കരാറായ സക്കാത്ത് കൊടുക്കണം എന്നുള്ളത് പെട്ടിക്കട മുതൽ തുടങ്ങുകയാണ്, സ്വർണ്ണക്കട വരെ അതങ്ങ് നീളുകയാണ്. അതിനിടയിലും കുറച്ച് കടകളുണ്ട് കേട്ടോ. ഒരു പെട്ടിക്കട നമ്മൾ നടത്തുകയാണെന്ന് മനസ്സിലാക്കുക. ചെറുതായി ഞാനൊന്ന് വിശദീകരിക്കാം. നമ്മൾ ഇന്നൊരു പെട്ടിക്കട തുടങ്ങിയാൽ അടുത്ത വർഷം അതേ സമയം വരെ അത് നിലനിൽക്കുകയും അതിലുള്ളതായ സാധനങ്ങളെല്ലാം അന്നേ ദിവസം ഈ കണക്ക് ഒരു വർഷം തികയുമ്പോൾ എല്ലാ സാധനങ്ങളുടെ വിലകളും നമ്മൾ നിശ്ചയിക്കണം. ആ നിശ്ചയിച്ചതിന് ശേഷം കൊടുക്കാനുള്ളതെല്ലാം മാറ്റി എല്ലാം തിട്ടപ്പെടുത്തിയിട്ട് ബാക്കി നീക്കിയിരിപ്പ് എത്രയുണ്ടോ അത് 1,00,000 രൂപയുണ്ട് എങ്കിൽ, 1,00,000-ന് താഴെയാണെങ്കിൽ നിങ്ങൾ കൊടുക്കേണ്ട കാര്യമില്ല. 1,00,000 രൂപയുണ്ട് എങ്കിൽ 2.5% അഥവാ 2,500 രൂപ ഈ പെട്ടിക്കടക്കാരനും കൊടുക്കണമത്രേ. അവനെ സ്വർണ്ണക്കടക്കാരൻ്റെ കാര്യം പറയണം, എന്തുമാത്രം കൊടുക്കണം. സൂപ്പർ മാർക്കറ്റുകാരുടെ കാര്യം പറയണം, അതൊക്കെ താഴോട്ട് പറയുന്നുണ്ട്. അതുപോലെ ഇടയിലെ ഷോപ്പുകളെന്ന് പറഞ്ഞില്ല, ഇടയിൽ ഷോപ്പുകൾ പലതുമുണ്ടേ, ആർക്കും അറിയില്ല അതാണേ സത്യം. ബേക്കറി കടകളുണ്ട്, മെഡിക്കൽ സ്റ്റോറുകളുണ്ട്, ഫാൻസി കടകളുണ്ട്. ഫാൻസി കടകളിലൊക്കെ ഇഷ്ടംപോലെ സക്കാത്തിൻ്റെ മുതൽ കൂടിയിരിക്കുകയാണ്. പക്ഷേ ഞാനും നിങ്ങളും ധരിച്ചുപോയി അങ്ങനെയുള്ള കടക്കാർക്ക് കൊടുക്കണ്ട എന്ന്. അത് പറഞ്ഞു തരാനും നമുക്ക് ആളുണ്ട്, പക്ഷേ ആ വിഷയങ്ങളൊന്നും കേൾക്കാൻ ഞാനും നിങ്ങളും സന്നദ്ധരല്ല. ഒരാളൊരു ഫാൻസി കടയിടുകയാണ്, അതല്ലെങ്കിൽ ഒരു ബേക്കറി കടയിടുകയാണ്. അത് 1 വർഷം തികയുകയാണ്. അതിൻ്റെ ആ 1 വർഷം കഴിഞ്ഞതിന് ശേഷം തൊട്ടടുത്ത ദിവസം നമ്മളതിൻ്റെ സ്റ്റോക്ക് കണക്കുകൾ, ബാക്കിയിരിക്കുന്ന സാധനങ്ങളുടെ എല്ലാ കണക്കും നമ്മൾ എടുക്കണം. എന്നിട്ട് അതിൽ കൂട്ടി നോക്കണം. 10 കവർ ബിസ്ക്കറ്റ്, 10 കവർ മുട്ടായി, അങ്ങനെ ഓരോ സാധനങ്ങളും കൂട്ടി നോക്കുമ്പോൾ നമ്മളുടെ എല്ലാ ബാധ്യതകളും കഴിച്ചിട്ട് അതിൽ 1,00,000 രൂപ നിനക്ക് നീക്കിയിരിപ്പ് ബാക്കിയുണ്ട് എങ്കിൽ, കടങ്ങളൊക്കെ അത് വേറെയാണ്. നമ്മളുടെ കടയുടെ കാര്യമാണ് ഞാൻ ഈ പറഞ്ഞത്. അങ്ങനെ ആ കടയിൽ നമുക്ക് നീക്കിയിരിപ്പ് 1,00,000 രൂപ ബാക്കിയുണ്ട് എങ്കിൽ 2,500 രൂപ അത് പാവപ്പെട്ടവൻ്റെ ധനമാണ്, അത് അവൻ്റെ അവകാശമാണ്. ആ 2,500 രൂപയും വെച്ചുകൊണ്ട് നമ്മൾ അതിൻ്റെ ലാഭവും എടുത്തുകൊണ്ട് വേറെ ഒരു ഷോപ്പ് തുടങ്ങി എന്നിരിക്കട്ടെ. ആ ഷോപ്പ് തന്നെ ഹറാമാണ്. കാരണം എന്താണെന്നറിയുമോ? ഈ ആദ്യത്തെ ഷോപ്പിലെ 2,500 രൂപ വെറും 1,00,000-നാണ്. അങ്ങനെ 5 ലക്ഷം ഉണ്ടെങ്കിൽ 5 ലക്ഷം കൂട്ടി നോക്കണം. 2,500 ഗുണം 5 ലക്ഷം അത് കൂട്ടി നോക്കണം. 1,00,000-ന് 2,500 ആണെങ്കിൽ 2 ലക്ഷത്തിന് 5,000-ആണ്, 4 ലക്ഷത്തിന് 10,000-ആണ്, 5 ലക്ഷത്തിന് 12,500 രൂപ പാവപ്പെട്ടവൻ്റെ ഓഹരിയാണ്. അത് കൊടുക്കാതെ നമ്മൾ വേറെ ഒരു കട തുടങ്ങിയാൽ ആ കട ഹറാമ് തന്നെയാണ്. ഇത് കൊടുത്ത് വീടും വരെ. ഇങ്ങനെയുള്ള കാര്യങ്ങൾ നാം മനസ്സിലാക്കാതെ വെറുതെ ഇങ്ങനെ നടക്കുകയാണ്, തൊപ്പിയും താടിയുമൊക്കെ വെച്ചുകൊണ്ട്. ഞാൻ ഹജ്ജ് ചെയ്ത ആളാണ്, ഞാൻ ഉംറ ചെയ്ത ആളാണ്, പക്ഷേ സക്കാത്ത് കെട്ടിക്കിടക്കുകയാണ്. മെഡിക്കൽ സ്റ്റോർ നടത്തുന്നവൻ സക്കാത്ത് കൊടുക്കണം, ബേക്കറി കട നടത്തുന്ന ആൾ സക്കാത്ത് കൊടുക്കണം, ഫാൻസി കട നടത്തുന്ന ആൾ സക്കാത്ത് കൊടുക്കണം. അങ്ങനെ ഒരുപാട് കച്ചവടക്കാർ സക്കാത്ത് കൊടുക്കണം. ഇത് നമ്മൾ അറിയാതെ അങ്ങനെ നടക്കുകയാണ്. അറിവും ഇതാ ഉള്ളോർ പറഞ്ഞാൽ പൊന്നേ, ആഹാ ഇതാ ഓ ന്യായം തന്നെ. ഇനി പള്ളിയിലെ ഉസ്താദുമാരെങ്ങാനും അറിയുന്നവർ ഈ സക്കാത്തിനെ പറ്റി അങ്ങോട്ട് വിശദീകരിക്കുമ്പോൾ ആ സക്കാത്തിൻ്റെ വിഷയം നമ്മൾ കേൾക്കാതെ ആഹാ ഓഹോ ഉസ്താദ് അങ്ങനെയൊക്കെ പറയും, അത് ഉസ്താദിൻ്റെ കാര്യം, ഇത് നമ്മളെ കാര്യം, പാടാ പോകാം. ഇതൊക്കെയാണ് നമ്മുടെ ന്യായങ്ങളെങ്കിൽ
അള്ളാഹുവിൻ്റെ 8ാമത്തെ കരാർ ലംഘിക്കുകയാണ് എന്ന് ഞാനും നിങ്ങളും മനസ്സിലാക്കണം. വെറുതെ തൊപ്പിയിട്ടത് കൊണ്ടോ, വെറുതെ താടി വെച്ചത് കൊണ്ടോ, വെറുതെ ഉംറ ചെയ്തത് കൊണ്ടോ, വെറുതെ ഹജ്ജ് ചെയ്തത് കൊണ്ടോ സക്കാത്തിൻ്റെ മുതൽ നിന്നിൽ കെട്ടിക്കിടക്കുകയാണ് എങ്കിൽ അത് വളരെ ബുദ്ധിമുട്ട് തന്നെയാണ്. എവിടെയാണെന്നറിയുമോ? നാളെ ആഖിറത്തിൽ നിനക്ക് സ്വർഗം കടക്കാൻ പ്രയാസമല്ല, നിനക്കത് കടക്കാനേ സാധ്യമല്ല. അത് അള്ളാഹുവിൻ്റെ കരാറാണ്. ഞാനും നിങ്ങളും അംഗീകരിച്ചേ മതിയാകൂ, അത് നടപ്പിൽ വരുത്തിയേ മതിയാകൂ. ഒഴിവ് കഴിവുകൾ പറയും പലതും, ധനവും കുറഞ്ഞാലോ ഭയവും തന്നെ. സക്കാത്തിൻ്റെ വിഷയം വരുമ്പോൾ നമ്മൾ പല ഒഴിവ് കഴിവുകളും പറയും. എനിക്ക് ഭയങ്കര കടമാണ്, അങ്ങനെയാണ്, ഇങ്ങനെയാണ്, മറ്റതാണ്, മറിച്ചതാണ് എന്നൊക്കെ പറഞ്ഞ് അതിൽ നിന്ന് ഒഴിവാവാൻ നോക്കും. ചിലരോ 5 ലക്ഷം ഇതാ ലാഭമുണ്ട് എങ്കിൽ അതിൽ 12,500 രൂപ വരും സക്കാത്തിൻ്റെ ഓഹരി. ഈ 12,500 എങ്ങനെ ഞാൻ ഒരു പാവപ്പെട്ടവന് കൊടുക്കും? എൻ്റെ സമ്പത്ത് കുറഞ്ഞു പോകുമല്ലോ എന്നുള്ള ചിന്തയായിരിക്കും ചിലർക്ക്. ചിലരും ധരിക്കുമേ ഗോൾഡ് കടയും, മാത്രം കൊടുത്താലും മതി എന്നാണ്. എന്നാലിത് കേട്ട് മനസ്സിൽ വെച്ചോ, കൊടുക്കാൻ കഴിവായാൽ കൊടുത്ത് വീടേ. ചിലരെങ്കിലും ധരിച്ചു പോകും സ്വർണ്ണക്കടക്കാർ മാത്രം കൊടുത്താൽ മതി, അതല്ലെങ്കിൽ വെള്ളിക്കടക്കാർ മാത്രം കൊടുത്താൽ മതി, അതല്ലെങ്കിൽ വലിയ ധനാഢ്യന്മാർ മാത്രം സക്കാത്ത് കൊടുത്താൽ മതി എന്ന്. അങ്ങനെയല്ല കാര്യം കേട്ടോ. നമ്മൾ സക്കാത്ത് കൊടുക്കാൻ അർഹരാണോ എന്ന് അറിവുള്ള ഉസ്താദുമാരോട് നമ്മളെ പള്ളികളിൽ ചെന്ന് ചോദിക്കണം. അവർ വിശദമായിട്ട് പറഞ്ഞു തരും. അങ്ങനെ നമ്മൾ അർഹരാണെന്ന് ആ ഉസ്താദ് പറഞ്ഞാൽ നമ്മൾ സക്കാത്ത് കൊടുക്കണം. അങ്ങനെ സക്കാത്ത് കൊടുക്കാതെ നമ്മൾ ഈ ലോകത്തിനോട് വിട പറഞ്ഞു പോയാൽ അള്ളാഹുവിൻ്റെ 8ാമത്തെ കരാറ് ലംഘിച്ച ആളും നരകത്തിൻ്റെ അവകാശിയും ആയിപ്പോകും. അള്ളാഹു നമ്മെ എല്ലാ പേരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. ആമീൻ. ഇത് നിസ്സാരമാക്കാതെ ഇന്ന് തന്നെ നിങ്ങളെല്ലാവരും നിങ്ങളുടെ അടുത്തുള്ള ഉസ്താദുമാരെ സമീപിച്ചിട്ട് ഞാൻ സക്കാത്തിന് അർഹനാണോ എന്ന് എല്ലാവരും ചോദിക്കണേ. ഞാൻ നിങ്ങളോട് ദീനിൻ്റെ പേരിൽ വിനയത്തോടെ അപേക്ഷിക്കുകയാണ്. അള്ളാഹുവിൻ്റെ 8ാമത്തെ കരാറ് കൂടിയാണ്. ഇസ്ലാമിൻ്റെ 5 സ്തംഭങ്ങളിൽ ഒരു സ്തംഭവും കൂടിയാണെന്ന് ഞാനിവിടെ വീണ്ടും ഉണർത്തുകയാണ്. ആരോ ഒരാളുമേ ഇന്ന് പൊന്നേ കടയും ഒരെണ്ണവും തുടങ്ങി പൊന്നേ. അടുത്ത വർഷവും ഇതേ തീയതി വന്നാലവനുമേ ചെയ്യേണ്ടത് എല്ലാം കണക്കാക്കി തരം തിരിച്ച് നീക്കിയിരിപ്പായി ശേഷിച്ചത്. 1 ലക്ഷം വന്നാൽ പൊന്നേ 2.5% അതാണേ നീതി. അതുക്ക് അവകാശം സാധുക്കളാ ഖുർആൻ പറഞ്ഞത് ഏട്ട് എന്ന. അതുക്ക് അവകാശം
സാധുക്കളാ ഖുർആൻ പറഞ്ഞത് ഏട്ട് എന്നാ. ഇവിടെ പറയുന്നത് ഒരാൾ ഒരു കട തുടങ്ങി, അത് 1 വർഷം കഴിഞ്ഞു. ആ 1 വർഷം കഴിഞ്ഞതിൻ്റെ പിറ്റന്ന് തന്നെ, പിന്നെ ഒരുപാട് ദിവസം പോകരുത്, പിറ്റന്ന് തന്നെ അതിൻ്റെ കണക്കെടുക്കണം. കൊടുക്കാനുള്ളത് ആ കടയെ സംബന്ധിച്ച് കൊടുക്കാനുള്ള കടങ്ങളെല്ലാം മാറ്റിവെക്കണം. വേറുള്ളതായ ചിലവുകൾ മാറ്റിവെച്ചിട്ട് ബാക്കി എത്രയാണോ നീക്കി ഇരിപ്പ് നിനക്ക് ലാഭമായിട്ട് വരുന്നത് എല്ലാ സാധനത്തിൻ്റെയും കണക്കെടുത്തിട്ട് ഇത്ര ലക്ഷം രൂപയുണ്ട്. 1 ലക്ഷം രൂപയാണെങ്കിൽ 2500, 2 ലക്ഷമാണ് എങ്കിൽ 5000, 3 ലക്ഷമാണെങ്കിൽ 7500. അങ്ങനെ ആ കണക്കനുസരിച്ച് പോകണം. ഇനി 1 ലക്ഷത്തിൽ താഴെയാണെങ്കിൽ നീ കൊടുക്കണ്ട, 1 ലക്ഷത്തിന് മുകളിലാണെങ്കിൽ കൊടുത്തേ മതിയാകൂ. നമ്മൾ ഒഴിവ് കഴിവുകൾ പറഞ്ഞിട്ട് കാര്യമില്ല. ഈ കടയിൽ നിന്നുള്ള വരുമാനമാണ് നിങ്ങൾ കൊടുക്കേണ്ട സക്കാത്ത്. ഇനി വീട്ടിൽ വേറെ വരുമാനമുണ്ടെങ്കിൽ അതിനെയും കണക്കാക്കി കൊടുക്കേണ്ടതുണ്ട്. താഴോട്ടതും വിശദീകരിക്കുന്നുണ്ട്. പരിശുദ്ധമായ ഖുർആൻ പറയുന്നത് 8 കൂട്ടർക്കാണ് നിങ്ങൾ സക്കാത്ത് കൊടുക്കേണ്ടത്. ആ 8 കൂട്ടർക്ക് നമ്മൾ സക്കാത്ത് കൊടുത്ത് വിടേണ്ടതാണ്. ഏത് കടയ്ക്കുമേ കണക്കീതാണേ, കോട്ടം വരുത്താതെ കൊടുക്ക് പൊന്നേ. എല്ലാ കടയ്ക്കും ഇത് തന്നെയാണ് കണക്ക്. പെട്ടിക്കടയ്ക്കും, ബേക്കറി കടയ്ക്കും, സ്വർണ്ണക്കടയ്ക്കും, വെള്ളിക്കടയ്ക്കും, എല്ലാ കടകൾക്കും ഇതുപോലെ കണക്കാക്കി നോക്കണം. സ്വർണ്ണക്കടകളാകുമ്പോൾ ലക്ഷക്കണക്കിന് വസ്തുക്കൾ അവിടെ ബാക്കിയുണ്ടാകും, നീക്കിയിരിപ്പുണ്ടാകും. അതിൻ്റെ സക്കാത്ത് നമ്മൾ കൊടുക്കണം കേട്ടോ. ഇപ്പോഴത്തെ വിലയനുസരിച്ച് സ്വർണ്ണക്കടക്കാർക്ക് ഒരുപാട് സക്കാത്ത് കൊടുക്കേണ്ടി വരും കേട്ടോ. സക്കാത്ത് കൊടുക്കാതെ മരിച്ചു പോകരുതേ. ചിലരും ധരിച്ചേക്കും ആഭരണം, അതിനും ഇതാ സക്കാ കൊടുക്കേണ്ടെന്ന്. ചിലർ ധരിച്ചിരിക്കും 100, 150, 500 പവൻ മക്കൾക്കിട്ടുകൊണ്ട് വിവാഹം കഴിക്കുമ്പോൾ. ചിലർ ധരിച്ചു പോകും ഈ സ്വർണത്തിനൊന്നും സക്കാത്തില്ല, ആഭരണത്തിന് സക്കാത്തില്ല എന്ന് നമ്മൾ മണ്ടം ന്യായം മനസ്സിലാക്കുകയാണ്. പക്ഷേ ഖുർആന്റെ വെളിച്ചത്തിൽ ഏതാഭരണത്തിനാണ് സക്കാത്തില്ലാത്തത് എന്ന് നമ്മൾ വളരെ മനസ്സിലാക്കാനുണ്ട്. എന്നാൽ ശരിയല്ലേ ആ ധാരണ, പറയാം ഇവിടെ ഞാൻ നേരാം വണ്ണം. അണിയാൻ തരമുള്ള മതിയാഭരണം, ബാക്കിതാ ഉള്ളതിൽ സക്കാത്തും ഉണ്ടേ. 100 പവൻ നമുക്ക് ബാപ്പ തന്ന സമ്മാനമാണെന്നിരിക്കട്ടെ സ്വർണം. ആ സ്വർണം ഒരു കയ്യിൽ ഒരു 5 വള ആയിക്കോ, കമ്മല്, കുലുസ്, മാല, അങ്ങനെ എല്ലാം കൂടെ നിങ്ങളുടെ ശരീരത്തിന് അണയാൻ കുറച്ച് സ്വർണം മതിയല്ലോ. ബാക്കി നമ്മൾ ലോക്കറിലോ വീട്ടിൻ്റെതായ ഏതെങ്കിലും ഒരു സ്ഥലത്തോ സൂക്ഷിച്ചിരിക്കുകയാണ്. അങ്ങനെ ആ സൂക്ഷിക്കുന്ന സാധനം നമ്മൾ ഉപയോഗിക്കുന്നില്ല. ഇനി ഉപയോഗിച്ചാൽ തന്നെ നമ്മൾ ഒരു കയ്യിൽ 2, 3, 4 വള, ഒരു കാതിൽ ഒരു കമ്മൽ, അല്ലെങ്കിൽ അതിൻ്റെ മുകളിലോട്ട് മേൽക്കാതിലെ കമ്മൽ, അല്ലെങ്കിൽ ഒരു കുലുസ്, അല്ലെങ്കിൽ 2, 3 മാല, ഇതല്ലാതെ നമ്മൾ എല്ലാം കൂടെ വാരിയിട്ടുകൊണ്ട് ഒരു യാത്രയും നമ്മൾ ചെയ്യാറില്ലല്ലോ. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ മനസ്സിലാക്കണം, നമ്മൾ അത്യാവശ്യത്തിന് ഉപയോഗിക്കുന്ന ആഭരണമല്ലാതെ വേറെ ഏതെങ്കിലും കിൻഡൽ കണക്കിന് ആഭരണം നമ്മളുടെ വീട്ടിലുണ്ട് എങ്കിൽ അത് 1 വർഷം വരെ അങ്ങനെ അവിടെ ഇരിക്കുകയാണ് എങ്കിൽ സക്കാത്ത് കൊടുക്കാൻ അള്ളാഹുവിൻ്റെ 8ാമത്തെ കരാറ്
നമ്മൾ നിറവേറ്റാൻ അർഹരാണ് കേട്ടോ. ഇനി വേറൊന്നുകൂടി ഞാൻ പറയാം. ഈ 100 പവൻ മേടിക്കാൻ ബാപ്പ ഒരുമിച്ച് കൂട്ടിയ സ്വത്ത് അത് 1 വർഷം വരെ ബാങ്കിൽ കിടന്നു, 2 വർഷം വരെ ബാങ്കിൽ കിടന്നു, 10 വർഷം വരെ ബാങ്കിൽ കിടന്നു. പക്ഷേ നമ്മൾ സക്കാത്ത് കൊടുത്തില്ലെങ്കിൽ ബാപ്പ നരകത്തിലാണ്. ആ സക്കാത്ത് കൊടുത്തതിന് ശേഷം മാത്രമേ ആ പാവപ്പെട്ടവൻ്റെ ഓഹരി, ആ ബാങ്കിൽ കിടക്കുന്ന 10 ലക്ഷം രൂപയാണ്, മകൾക്ക് സ്വർണം മേടിക്കാനുള്ളതാണ്, നമ്മൾ സ്വരൂപിച്ചു കൊണ്ട് ബാങ്കിലിട്ടതാണ്. പക്ഷേ 1 വർഷം കഴിഞ്ഞു പോയാൽ അതിൽ 2.5% നമ്മൾ പാവപ്പെട്ടവൻ്റെ ഓഹരിയാണ്, ആ സക്കാത്ത് കൊടുത്ത് വീടേണ്ടതാണ്. ആ 10 ലക്ഷം രൂപയിൽ നിന്ന് 25,000 രൂപ പാവങ്ങൾക്ക് കൊടുക്കാതെ നമ്മൾ ആ 25,000 കൂടെ ഇട്ടുകൊണ്ട് മോളെ കല്യാണമല്ലേ ആർഭാടമാക്കാം, മോക്ക് സ്വർണം മേടിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ സ്വർണം മേടിച്ചാൽ എൻ്റെ പൊന്നുവാപ്പാ ഉപ്പമാരെ, എൻ്റെ സഹോദരങ്ങളെ മനസ്സിലാക്കണം. അതിലെ 25,000 രൂപ, 10 ലക്ഷത്തിൽ 25,000 രൂപ ഹറാമാണ്. അത് പാവപ്പെട്ടവൻ്റെ അവകാശമാണ്. ഒരിക്കലും മറന്നേക്കല്ല് കേട്ടോ. എവിടെ നിനക്കീതാ നിക്ഷേപം ഉണ്ടേ, അതിനേം കണക്കാക്കി കൊടുക്കേണ്ടതാ. വർഷം ഇതാ ഒന്ന് തികയേണ്ടതാ, 2.5% ഇതാ ലക്ഷത്തിൻ. എവിടെയെങ്കിലും നമ്മളുടെ സമ്പാദ്യം ബാങ്കിലോ അതല്ലെങ്കിൽ വേറെ ആൾക്കാരുടെ കയ്യിലോ നമ്മൾ നിക്ഷേപമായി കൊടുത്തിട്ടുണ്ട് എങ്കിൽ 1 വർഷം കഴിഞ്ഞാൽ 1 ലക്ഷം രൂപയ്ക്ക് 2,500 രൂപ വെച്ച് നമ്മൾ കൊടുക്കേണ്ടതാണ്. അത് അല്ലാഹുവിൻ്റെ കരാറാണ്. അത് പാവപ്പെട്ടവൻ്റെ അവകാശമാണ്. നമ്മുടെയൊന്നും ഔദാര്യമല്ല സക്കാത്ത്. കാര്യം തിരിയുവാൻ ഇത് ധാരാളം, അറിയാനിതാ കൂടുതൽ പഠിക്കൂ നമ്മൾ. ഇനി ഇതിൽ നിന്നും നിങ്ങൾക്ക് മനസ്സിലായില്ല എങ്കിൽ എല്ലാ ജമാഅത്തിലെ ഉസ്താദുമാർക്കും ഈ സക്കാത്തിനെ പറ്റി അറിയാമല്ലോ. അവരോട് ചെന്ന് ചോദിക്കണം, ഉസ്താദേ ഞാൻ സക്കാത്ത് കൊടുക്കാൻ അർഹനാണോ, ഞാൻ എത്ര കൊടുക്കണം എന്നൊക്കെ പറയും ആ ഉസ്താദ്. അല്ലാ ഇലാ അല്ലാ അല്ലാ അല്ലാ, കൊടുക്കാൻ വിധിയേ സക്കാത്ത് അല്ലാ. പാപം പൊറുക്കേനേ ഇരു വീട്ടിലും, സ്വർഗം തരേണമേ നിന്നൗദാര്യമായി. ഞങ്ങൾക്ക് അവകാശമില്ല റബ്ബേ, നിന്റെ സ്വർഗം നീ നിന്റെ ഔദാര്യമായി നീ ഞങ്ങൾക്ക് ഗണേ റഹ്മാനേ. ഏറ്റിത്തരേണമേ ആഫിയത്തും, നീട്ടിത്തരേണമേ ദീർഘായുസ്സും. രോഗം ശിഫയാക്കേ എന്നും എന്നും, സൗഖ്യം ഇതാ ശാന്തി എന്നും നൽകേ. അല്ലാഹുവേ ആയുസ് നീ ഞങ്ങൾക്ക് ഏറ്റി നൽകണേ അല്ലാ. ആഫിയത്ത് നീ ഏറ്റി വർദ്ധിപ്പിച്ച് നൽകണേ അല്ലാ. രോഗത്തിന് ശിഫാ നൽകണേ അല്ലാ. എന്നും നിത്യം ശിഫാ നൽകണേ അല്ലാ. സൗഖ്യവും ശാന്തിയും സമാധാനവും നീ ഞങ്ങൾക്ക് നൽകണേ റഹ്മാനേ. ഞങ്ങളെ സഹായിച്ചവരെയെല്ലാം നീ സഹായിക്കണേ റഹ്മാനേ. അല്ലാഹുവേ ഇതിലെ വരിക്കാരെ എല്ലാവരുടെയും
ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും സാമ്പത്തിക പരാധീനതകളും സർവമാന ഷർറുകളും മാറ്റിക്കൊടുക്കണേ അല്ലാ. ഖൈറും ബർക്കത്തും കൊടുക്കണേ അല്ലാ. എല്ലാ പേരെയും അനുഗ്രഹിക്കണമേ റഹ്മാനേ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത്. റബ്ബനാ റബ്ബിർഹംഹുമാ കമാ റബ്ബയാനീ സഗീറാ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين إذا آمين 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 يا ذا الجلال يا غني الله. السلام عليكم ورحمة الله وبركاته.